നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നു. ഒരുവിധം എല്ലാ എക്സിറ്റ് പോളുകളും BJPയുടെ നേതൃത്വത്തിലുള്ള NDAയ്ക്കാണ് വലിയ സാധ്യത കാണുന്നത്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളുകയാണ് ഇന്ത്യ മുന്നണി. എക്സിറ്റ് പോൾ പുറത്തു വന്നതിന് പിന്നാലെ വോട്ടെണ്ണലിൽ അട്ടിമറി സാധ്യതയും ഇന്ത്യ മുന്നണി നേതാക്കൾ ആരോപിക്കുന്നു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സന്ദർശിക്കുകയും ചെയ്തു ഇന്ത്യ മുന്നണി നേതാക്കൾ. എക്സിറ്റ് പോൾ സമ്പൂർണ്ണ വ്യാജമാണെന്നും ജൂൺ 4-ന് ഹനുമാൻ സ്വാമി അവതരിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ. ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായി ജാമ്യം നേടി പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് മടങ്ങുന്നതിനു മുമ്പ് സ്വന്തം വസതിയിൽ നടത്തിയ യോഗത്തിലാണ് എക്സിറ്റ് പോൾ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് എത്തിയത്. ജാമ്യം ലഭിച്ച 21 ദിവസം അവിസ്മരണീയമായിരുന്നു. ഇടക്കാല ജാമ്യം അനുവദിച്ച സുപ്രീം കോടതിക്ക് നന്ദി, കെജ്രിവാൾ പറഞ്ഞു. ഒരു നിമിഷം പോലും വെറുതെ ഇരുന്നില്ലെന്നും രാജ്യത്തെ രക്ഷിക്കാൻ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കു വേണ്ടിയും പ്രചാരണം നടത്തിയെന്നും കെജ്രിവാൾ പ്രതികരിച്ചു. എക്സിറ്റ് പോളിൽ തനിക്ക് വിശ്വാസമില്ലെന്നും കോൺഗ്രസ് കർണാടകയിൽ 2 അക്ക സീറ്റ് നേടുമെന്നും പ്രതികരിച്ച് PCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വിളിച്ചു ചേർത്ത സൂം മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 136 സീറ്റുകളിൽ ജയിക്കുമെന്നായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ പറഞ്ഞത്. അത് യാഥാർത്ഥ്യമായി. കോൺഗ്രസ് ആഭ്യന്തര സർവേ നടത്തിയിട്ടുണ്ട്. 2 അക്ക സംഖ്യയിലുള്ള സീറ്റുകൾ ഇത്തവണയും നേടും. RSSന്റെ ശക്തി കേന്ദ്രമായ ധാർവാഡിലും ദക്ഷിണ കന്നഡയിലും അടക്കം കോൺഗ്രസ് ജയിക്കുമെന്നാണ് പ്രവർത്തകർ നൽകുന്ന റിപ്പോർട്ടുകളെന്നും അദ്ദേഹം പറഞ്ഞു. അരുണാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പിച്ച് BJP. 60 അംഗ മന്ത്രിസഭയിൽ 45 സീറ്റിൽ വിജയം നേടിയാണ് തുടർച്ചയായി മൂന്നാം തവണയും BJP ഭരണം ഉറപ്പിച്ചിരിക്കുന്നത്. വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. 10 സീറ്റുകളിൽ BJP എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി പെമ ഖഡ്ഡുവും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉൾപ്പെടും. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ NPP 5 സീറ്റിലും കോൺഗ്രസ് 1 സീറ്റിലും മുന്നേറുന്നുണ്ട്. സിക്കിമിൽ ക്രാന്തകാരി മോർച്ച ഭരണം ഉറപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്രത്തിൽ BJP 3-ാം തവണയും വിജയിക്കും എന്ന എക്സിറ്റ് പോളുകൾക്ക് പ്രതികരണവുമായി രാഹുൽ ഗാന്ധി. ഇതിനെ എക്സിറ്റ് പോൾ എന്നല്ല, മോദി പോൾ എന്നാണ് വിളിക്കേണ്ടതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇത് ഫാന്റസി പോൾ ആണെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുന്ന ജൂൺ 4-ന് മുന്നോടിയായി ദേശീയ തലസ്ഥാനത്ത് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഇന്ത്യ മുന്നണി 295-ന് മുകളിൽ സീറ്റ് നേടുമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ആരോടാണ് ചങ്ങാത്തം കൂടേണ്ടതെന്നും ആരോടാണ് ചങ്ങാത്തം കൂടരുതാത്തതെന്നും തികഞ്ഞ ജാഗ്രത പോലീസ് പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുതാര്യമായ പ്രവർത്തനം വേണം. ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ ഏതെന്ന കാര്യത്തിൽ ബോധ്യം പോലീസുകാരിൽ വേണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ രാമവർമ്മപുരത്തെ പോലീസ് പരേഡിന് ശേഷം പ്രസംഗിക്കവെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. നേരത്തെ ഗുണ്ടാ നേതാവും തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നിന് പോയ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP MG സാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ഇന്നു മുതൽ 6-ാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30-നും 40-നും കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ കണ്ണൂർ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് മംഗലം ഡാം കാണാനെത്തി കനത്ത മഴയിൽ മലവെള്ളപ്പാച്ചിലിനുള്ളിൽ കുടുങ്ങിയ 6 യുവാക്കളെ രക്ഷിച്ചു. ഡാമിന്റെ തോടിനക്കരെയുള്ള ആലിങ്കൽ വെള്ളച്ചാട്ടം കാണാനെത്തിയവരാണ് ഇക്കരെ കടക്കാനാകാതെ കുടുങ്ങിയത്.
വടക്കഞ്ചേരി അഗ്നിരക്ഷാസേനയും പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് രാത്രി 8:30-യോടെയാണ് യുവാക്കളെ ഇക്കരെ എത്തിച്ചത്. മലവെള്ളപ്പാച്ചിലിലെ വെള്ളത്തിന് രൂക്ഷമായ ചെളിയുടെ മണമുള്ളതിനാൽ വനമേഖലയിലെവിടെയോ ഉരുൾപൊട്ടിയതായാണ് സംശയം. അതേസമയം സമീപത്തെ തോട് കവിഞ്ഞ് വീടുകളിലും കടകളിലും വെള്ളം കയറി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിനമായ ജൂൺ 4 സംസ്ഥാനത്ത് ഡ്രൈ ഡേ. ഈ ദിവസം സംസ്ഥാനത്തെ മുഴുവൻ മദ്യവിൽപ്പനശാലകളും അടഞ്ഞുകിടക്കും. സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതടക്കമുള്ളവ മുൻനിർത്തിയാണ് ചൊവ്വാഴ്ചയിലെ മദ്യനിരോധനം. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കാനിരിക്കെ കുട്ടികൾക്ക് നിർദ്ദേശങ്ങളുമായി കേരള പോലീസ്. റോഡിലൂടെ നടക്കുമ്പോൾ വലതുവശം ചേർന്ന് നടക്കണമെന്നും സീബ്ര ലൈനിൽ മാത്രം റോഡ് മുറിച്ചു കടക്കണമെന്നും പോലീസ് കുട്ടികൾക്ക് നിർദ്ദേശം നൽകുന്നു. ചുറ്റിലേക്കും തല ഉയർത്തി നോക്കണമെന്നും എന്ത് ആവശ്യത്തിനും തങ്ങൾ കൂടെയുണ്ടെന്നും പോലീസ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. എക്സിറ്റ് പോൾ ഫലത്തോടുള്ള കേരളത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ. ഇത് വിശ്വസിക്കാൻ കഴിയാത്ത എക്സിറ്റ് പോൾ, ജനങ്ങളുടെ പോളിംഗിലാണ് വിശ്വസിക്കുന്നതെന്ന് കെ.സി. വേണുഗോപാൽ. കേരളത്തിൽ BJP മുന്നേറ്റം ഉണ്ടാക്കുമെന്നും എക്സിറ്റ് പോളിൽ വിശ്വാസമുണ്ടെന്നും വി. മുരളീധരൻ. കേരളത്തിൽ BJP എക്സിറ്റ് പോളിനേക്കാൾ വലിയ വിജയം നേടുമെന്നും 6 വരെ സീറ്റുകൾ നേടുമെന്നും കെ. സുരേന്ദ്രൻ. ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ടുകളിൽ ചോർച്ച ഉണ്ടാകില്ല, എക്സിറ്റ് പോളുകൾ തള്ളി LDF. വടകരയിൽ വിജയം ഉറപ്പാണെന്നും ഇടതുവോട്ടുകൾ വരെ കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ടെന്നും ഷാഫി പറമ്പിൽ. BJPയുടെ പ്രതീക്ഷ വോട്ടെണ്ണലിന്റെ തലേ ദിവസം വരെ മാത്രം വോട്ടെണ്ണിയാൽ അത് ഉടഞ്ഞു തീരുമെന്നും കെ. മുരളീധരൻ. INL നേതാവും മുൻ മന്ത്രിയുമായ അഹമ്മദ് തേവർകോവിലുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. തേവർകോവിലിനെ അവസാനമായി കണ്ടത് 2 മാസം മുമ്പാണ്. ലീഗിലേക്ക് ആര് വരുന്നതും സന്തോഷമാണെന്നും PMA സലാം പറഞ്ഞു. മുസ്ലിം ലീഗിലേക്ക് ചുമടുമാറുന്നത് സംബന്ധിച്ച് PMA സലാമുമായി ദേവർകോവിൽ ചർച്ച നടത്തിയെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് മറുപടി നൽകുകയായിരുന്നു PMA സലാം. ആരോപണം തള്ളി അഹമ്മദ് തേവർകോവിലും രംഗത്ത് എത്തിയിരുന്നു. കള്ളപ്രചാരണമാണ് നടക്കുന്നതെന്നായിരുന്നു അദ്ദേഹം തിരിച്ചടിച്ചത്. തെലങ്കാനയ്ക്ക് സംസ്ഥാന പദവി നൽകിയതിന്റെ നന്ദി സൂചകമായി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്ക് ക്ഷേത്രം സ്ഥാപിച്ചു. പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി നെവുരി വെങ്കട്ട് റെഡ്ഡിയും ഭാര്യ മമതയും ചേർന്നാണ് വെള്ള മാർബിളിൽ ക്ഷേത്രം സ്ഥാപിച്ചത്. തെലങ്കാന രൂപീകരണ ദിനമായ ഇന്നലെ രാജണ്ണ സിർസില്ല ജില്ലയിലെ യെല്ലാറെഡ്ഡിപേട്ടിലുള്ള സായിബാബ കമാനിലെ ക്ഷേത്രം TPCC അംഗം നകുല സത്യനാരായണ ഉദ്ഘാടനം ചെയ്തു. സോണിയാഗാന്ധി തെലങ്കാനയ്ക്ക് സംസ്ഥാന പദവി പ്രഖ്യാപിക്കുകയും 4.5 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്തപ്പോൾ അവർക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ താൻ തീരുമാനിച്ചിരുന്നുവെന്ന് വെങ്കട്ട് റെഡ്ഡി പറഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയും. എക്സിറ്റ് പോൾ ഗോദി മീഡിയയുടെ സൃഷ്ടിയാണെന്നും ജനവിധി തൃണമൂൽ കോൺഗ്രസിന് ഒപ്പമാണെന്നും മമത പ്രതികരിച്ചു. പ്രവർത്തകരോട് പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തുടരാനും വോട്ടെണ്ണൽ വരെയുള്ള ദിവസങ്ങൾ ജാഗ്രത പുലർത്താനും അവർ ആഹ്വാനം ചെയ്തു. ഇതോടെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു. കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല